നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. ശക്തിയോടെ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇപ്രകാരം കൃപയാൽ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ പാദങ്ങളായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ച വിധത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് രാത്രി മുതൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നു ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 19 ഓൺവേർഡ്സ്. 19-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. പ്രധാനമായിട്ട് എബ്രായ ലേഖനത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ വന്നവർക്ക് നമുക്കറിയാം, എബ്രായ ലേഖനത്തെ നാം 2 ഭാഗങ്ങളായിട്ട് തിരിച്ചു. 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒന്ന് ഡോക്ട്രിനൽ, അന്നില്ലാതിരുന്നവർ പെട്ടെന്ന് നോട്ട് ചെയ്താട്ട്. എബ്രായ ലേഖനം സ്റ്റാർട്ടിംഗ് ക്ലാസ്സിലുണ്ടായിരുന്നവർക്കറിയാം, അന്ന് എബ്രായ ലേഖനത്തെ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചു. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഡോക്ട്രിനൽ, ഉപദേശപരമായിട്ടുള്ളത്. അതാണ് ചാപ്റ്റർ 1 വേഴ്സ് 1 to ചാപ്റ്റർ 10 വേഴ്സ് 18. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 10-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെ. അതിൻ്റെ 2-ാമത്തെ സെക്ഷനാണ് പിന്നീട് വരുന്നത് പ്രാക്ടിക്കൽ, പ്രായോഗികമായത്. പ്രാക്ടിക്കൽ. അതാണ് ചാപ്റ്റർ 10 വേഴ്സ് 19 to chapter 13 verse up to the last verse 25. 13-ാം അധ്യായം 20 അവസാന വാക്യം വരെ. അപ്പോൾ എബ്രായ ലേഖനത്തെ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കാമെങ്കിൽ, ഒന്നാമത് തിരിക്കുന്നത് ഡോക്ട്രിനലായിരിക്കുന്ന കാര്യങ്ങൾ, ഉപദേശപരമായിട്ടുള്ളത്. അതാണ് കഴിഞ്ഞ നാളുകൾ മുഴുവൻ നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നത്. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 10-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളാണ് ഉപദേശങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ട് കാണുന്നത്. ഉപദേശങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്, ഇത് എബ്രായ വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ ദാസൻ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ്. അതിൽ താൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു വലിയവൻ. ഈ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വേർഡ് എന്ന് പറയുന്നത്, ദ തീം, ദ കുറി വാക്യമെന്ന്, കുറി വേർഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ, വലിയവൻ, ഗ്രേറ്റർ ദാൻ. അതാണ് എബ്രായ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, ഗ്രേറ്റർ ദാൻ. അതിൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, പ്രവാചകന്മാരെക്കാൾ യേശു വലിയവൻ. അതേ അധ്യായങ്ങൾ താഴോട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. അതിനടുത്ത ഭാഗം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് യേശു മോശയേക്കാൾ വലിയവൻ. 4-ാം അധ്യായത്തിലേക്ക് നാം കാണുമ്പോൾ മനസ്സിലാക്കുന്നത് യേശു യോശുവേക്കാൾ വലിയവൻ. 5-6 അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ 5-ാം അധ്യായം പഠിപ്പിക്കുന്നത് യേശു അഹരോനേക്കാൾ വലിയവൻ. 6-7 അധ്യായങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു പഴയ നിയമ പൗരോഹിത്യ ശുശ്രൂഷയേക്കാൾ, അതിനേക്കാൾ വലിയ യാഗമാണ് യേശു ചെയ്തത്. ഇതാണ് നമ്മൾ പഠിക്കുവാനായിട്ടിടയായി തീർന്നത്. അതോടൊപ്പം തന്നെ അന്ന് എബ്രായ ലേഖനത്തെ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി, അതും കൂടെ നോട്ട് ചെയ്താട്ട്, അന്നില്ലാതിരുന്നവർ നോട്ട് ചെയ്താട്ട്. 3 ഭാഗങ്ങളായിട്ട് എബ്രായ ലേഖനത്തെ തിരിച്ചപ്പോൾ നമ്മൾ തിരിച്ചിപ്രകാരമാണ്. 1-ാമത്തെ ഭാഗം ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് പേഴ്സൺ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഔന്നത്യം, ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് പേഴ്സൺ. അതിനകത്ത് ഒരു ഡാഷ് കൊടുത്തിട്ട് നോട്ട് ചെയ്താട്ട് ദ മജസ്റ്റി ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജകീയത, ദ മജസ്റ്റി ഓഫ് ക്രൈസ്റ്റ്. ചാപ്റ്റർ 1 വേഴ്സ് 1 to ചാപ്റ്റർ 4 വേഴ്സ് 13. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം വരെ. അതിന് 2-ാമത്തെ പോർഷൻ നമ്മൾ കണ്ടത് സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് വർക്ക്, പ്രവർത്തനത്തിൽ കർത്താവായ യേശു ക്രിസ്തു വലിയവൻ, പ്രവൃത്തിയിൽ കർത്താവായ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് വർക്ക്. ഒന്ന് ഒരു ഹൈഫൻ കൊടുത്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്താട്ട് ദ മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്. ചാപ്റ്റർ 4 വേഴ്സ് 1 onwards, chapter 4 verse 14 onwards, chapter 10 verse 18. 4-ാം അധ്യായം 14-ാം വാക്യം മുതൽ 10-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെ.
അതിൻ്റെ മൂന്നാമത്തെ പോർഷനാണ് ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് വാക്ക്. കർത്താവായ യേശു ക്രിസ്തു നടപ്പിൽ കർത്താവായ യേശു ക്രിസ്തു വലിയവൻ. ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് വാക്ക്. ഒന്ന് നോട്ട് ചെയ്താട്ട്, മിനിസ്റ്റേഴ്സ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാർ. ദ മിനിസ്റ്റേഴ്സ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാർ. അതാണ് ചാപ്റ്റർ 10 വേഴ്സ് 19 to chapter 13 verse 25. Chapter 13 verse 25. ഇന്ന് രാത്രി പ്രധാനമായിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ നിൽക്കുകയാണ്. നിങ്ങൾ നോട്ട് ചെയ്താട്ട്, ഇന്ന് ഈ ഇടവേളയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പ്രാക്ടിക്കൽ, പ്രായോഗികമായത്. അല്ല എങ്കിൽ ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് വാക്ക്. ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് വാക്ക്. അതുമല്ല എങ്കിൽ ദ മിനിസ്റ്റേഴ്സ് ഫോർ ക്രൈസ്റ്റ്. ദ മിനിസ്റ്റേഴ്സ് ഫോർ ക്രൈസ്റ്റ്. ദ മിനിസ്റ്റേഴ്സ് ഫോർ ക്രൈസ്റ്റ്. അതാണ് 10-ാം അധ്യായം 19 മുതൽ 13-ാം അധ്യായം 25 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗം. പ്രധാനമായിട്ട് അതിനകത്ത് ഇന്ന് രാത്രി അത് 10-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ 39-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങൾ. ദ ഫോർത്ത് വാർണിംഗ്, 4-ാമത്തെ മുന്നറിയിപ്പ്. എബ്രായ ലേഖനത്തിലെ 4-ാമത്തെ മുന്നറിയിപ്പ്, ദ ഫോർത്ത് വാർണിംഗ് ഇൻ ഹീബ്രൂസ്. അതാണ് 19-ാമത്തെ വാക്യം മുതൽ 39-ാമത്തെ വാക്യം വരെ. വേഴ്സ് 19 to 39 അത് ഫോർത്ത് വാർണിങ്ങിനെ ചൂണ്ടിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം 10-ാം അധ്യായത്തിൻ്റെ സ്റ്റാർട്ടിങ് പഠിച്ചവർക്ക് അന്ന് ഞാൻ നോട്ട് പറഞ്ഞു തന്നതാണ്. ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം ഫോർത്ത് വാർണിംഗ്, 4-ാമത്തെ മുന്നറിയിപ്പ്. എന്താണ് മുന്നറിയിപ്പ്? ഡു നോട്ട് ടേൺ ബാക്ക്, പിന്നോട്ട് നോക്കരുത്. അതാണ് മുന്നറിയിപ്പ്. ഡു നോട്ട് ടേൺ ബാക്ക്. ബ്രാക്കറ്റിൽ കൊടുത്താട്ട് ദൈവം നമ്മൾക്കൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. വളരെ ഒത്തിരിയായിട്ട് നമ്മുടെ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കുന്ന ചിന്തകളായിരിക്കും തുടർന്ന് ഉള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. വളരെയധികമായിട്ട് നമ്മെ ആത്മീയമായിട്ട് ബലപ്പെടുത്തുന്ന ചിന്തകളായിരിക്കും നമുക്ക് തരുവാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് പ്രധാനമായിട്ട് ഈ 10-ാം അധ്യായം 10 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തു. ഫോർത്ത് വാർണിംഗ് ഇൻ ദ ഹീബ്രൂസ്. ആ വാർണിംഗ് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നു. ദ വാർണിംഗ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. നോട്ട് ചെയ്താട്ടോ, ദ വാർണിംഗ്, മുന്നറിയിപ്പ്, കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. 3 ഭാഗങ്ങളായിട്ട് നമുക്കതിനെ തിരിക്കാം. ദ ഫസ്റ്റ് പോർഷൻ, 1-ാമത്തെ ഭാഗം, ബിലീവേഴ്സ് പ്രിവിലേജ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു വിശ്വാസിയുടെ പദവിയും ചുമതലകളും കർത്തവ്യങ്ങളും. ബിലീവേഴ്സ് പ്രിവിലേജ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. വേഴ്സ് 19 to 25, 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 2-ാമത്തെ പോർഷൻ ദ വാർണിംഗ്, മുന്നറിയിപ്പ്. 2-ാമത്തെ പോർഷൻ ദ വാർണിംഗ്, മുന്നറിയിപ്പ്. വേഴ്സ് 26 to 31, 26 മുതൽ 31 വരെ. വേഴ്സ് 26 to 31. 3-ാമത്തെ പോർഷൻ ദി എക്സോട്ടേഷൻ ടു റീകാൾ ഫോമർ വിക്ടറീസ്. മുൻപിൽ കഴിഞ്ഞ നാളുകളിൽ ലഭിച്ച ജയത്തെ ഓർക്കുന്നു. എക്സോട്ടേഷൻ ടു റീകാൾ ഫോമർ വിക്ടറീസ്. കഴിഞ്ഞ നാളുകൾ, പഴയ കാലത്തിലെ വിജയങ്ങളെ അവർ ഓർക്കുന്നു. അതാണ് വേഴ്സ് 32, 39, 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. 32 മുതൽ 39 വരെ. ഇന്ന് തുടർന്നുള്ള ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന സബ് ഹെഡിങ് നോട്ട് ചെയ്താട്ട്, ബിലീവേഴ്സ് പ്രിവിലേജ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ബിലീവേഴ്സ് പ്രിവിലേജ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. വിശ്വാസികളുടെ പദവികൾ, കർത്തവ്യങ്ങൾ.
അത് തന്നെ നമ്മൾ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. ഒന്ന് ദ ബിലീവേഴ്സ് പ്രിവിലേജസ്, വിശ്വാസിയുടെ പദവികൾ. ബിലീവേഴ്സ് പ്രിവിലേജ് വേഴ്സ് 19 to 22, 19 മുതൽ 22 വാക്യങ്ങൾ. 2 ബിലീവേഴ്സ് റെസ്പോൺസിബിലിറ്റീസ്, വിശ്വാസികളുടെ കർത്തവ്യങ്ങൾ. ബിലീവേഴ്സ് റെസ്പോൺസിബിലിറ്റീസ്, കർത്തവ്യങ്ങൾ. 23 മുതൽ 25 വരെയുള്ള വാക്യം, 23 to 25. ഇന്ന് രാത്രി നമ്മുടെ ചിന്തയിൽ നമ്മൾ നിൽക്കുവാൻ പോകുന്നത് ദ ഫസ്റ്റ് പോർഷൻ, ബിലീവേഴ്സ് പ്രിവിലേജ്. നോട്ട് ചെയ്താട്ട്, അതാണ് ഇന്നത്തെ സബ് ഹെഡിങ്. ബിലീവേഴ്സ് പ്രിവിലേജ്, വിശ്വാസികളുടെ പദവികൾ. പ്രിവിലേജ് ഓഫ് എ ഡിസൈപ്പിൾസ്. നമ്മൾ ഒരിക്കൽ കൂടെ നമുക്കെല്ലാവർക്കും ചേർന്ന് 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാം. വേഴ്സ് 19 to 22, 19 മുതൽ 22 വരെയുള്ള വാക്യം എല്ലാവരും ഒരുമിച്ച് ശബ്ദമുയർത്തി ആ ഭാഗങ്ങളൊന്ന് വായിച്ചാട്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ വേർഡ് തുടങ്ങിയത് ഇപ്രകാരമാണ്: അതുകൊണ്ട് സഹോദരന്മാരെ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ മുഴുവൻ ഡോക്ട്രിനലായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, ഉപദേശപരമായിരിക്കുന്ന കാര്യങ്ങളെ ഈ 10-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെ പറഞ്ഞിട്ട് 19-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് സഹോദരന്മാരെ. എന്താണ് അതിൻ്റെ പ്രാധാന്യത? ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ ഉപദേശം മാത്രമല്ല കൊടുക്കുന്നത്, പിന്നെയോ പ്രാക്ടിക്കലായ ലൈഫിലേക്ക് ആ ഉപദേശം കൊണ്ടുവരുന്നില്ല എങ്കിൽ ഉപദേശം കൊണ്ട് യാതൊരു ഗുണവുമില്ല. ശ്രദ്ധിക്കണം ഈ പോയിന്റ്. നമ്മൾ ഏത് ഉപദേശം നമ്മൾ എടുത്താലും ആ ഉപദേശം പ്രാക്ടിക്കലായിരിക്കുന്ന ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എങ്കിൽ ആ ഉപദേശം കൊണ്ട് യാതൊരു ഗുണവുമില്ല. ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ, റോമലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഉപദേശത്തെ പറഞ്ഞിട്ട് 12-ാം അധ്യായം തുടങ്ങുന്ന ഇപ്രകാരമാണ്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ 11 വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും ഗുണമുണ്ടാകണമെങ്കിൽ 12-ാം അധ്യായം മുതലുള്ള കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. 12 മുതലുള്ള അധ്യായങ്ങൾ പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരാതെ 11-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ വായിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ യാതൊരു കാര്യവുമില്ല. ഇതേപോലെ തന്നെ എബ്രായ ലേഖനത്തിലേക്ക് ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് നമ്മൾ കണ്ടത് 10-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെ ഉപദേശപരമായിരിക്കുന്ന പല കാര്യങ്ങളെ പറഞ്ഞിട്ട് 19-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാവർത്തിക ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് താൻ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈ 10-ാം അധ്യായം 18 വരെയുള്ള ഭാഗങ്ങളിൽ ഉപദേശം കിട്ടിയില്ലെന്നല്ല, പിന്നെയോ ദൈവം തന്നായിരിക്കുന്ന ഉപദേശത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് എന്നുള്ളത് ആ വചനത്തെ നമ്മൾ വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പഠിക്കുവാനായിട്ടിടയായിത്തീർന്നതാണ്. എന്നാൽ ഇവിടെ ഈ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്: അതുകൊണ്ട് സഹോദരന്മാരെ. അപ്പോൾ ഏതുകൊണ്ട് സഹോദരന്മാരെ അവിടെ താൻ വെളിപ്പെടുത്തും. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എബ്രായ വിശ്വാസികളോടാണ് അപ്പോസ്തലനായ ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുന്നത്. എബ്രായ വിശ്വാസികളോട് പറയുമ്പോൾ ഈ കർത്തൃദാസൻ സമർത്ഥിക്കുവാൻ ഇടയായിത്തുന്ന കാര്യം, കർത്താവായ യേശുക്രിസ്തു വലിയവനാണ്, പ്രവാചകന്മാരെക്കാൾ വലിയവനാണോ, ദൂതന്മാരെക്കാൾ വലിയവനാണോ, മോശയേക്കാൾ വലിയവൻ, യോശുവേക്കാൾ വലിയവൻ, അഹരോനേക്കാൾ വലിയവൻ, പഴയ നിയമത്തെക്കാൾ വലിയവൻ, പഴയ നിയമത്തിൻ്റെ ആചാരത്തെക്കാൾ വലിയവൻ, പഴയ നിയമത്തിൻ്റെ യാഗത്തെക്കാൾ വലിയവൻ, ഇതെല്ലാം സമർത്ഥിച്ചിട്ട് കൊണ്ട് അവസാനിപ്പിക്കാൻ അതുകൊണ്ട് സഹോദരന്മാരെ. അപ്പോൾ ഇതാണ് വളരെ ആവശ്യമായിരിക്കുന്നത്. ഇനി പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. കർത്താവായ യേശുക്രിസ്തു വലിയവനാണ്.
കർത്താവിൻ്റെ യാഗത്തിൽ വലിയവയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ യാഗം പഴയ നിയമത്തെക്കാൾ വലിയ ശ്രേഷ്ഠതയുള്ള യാഗമാണ് എന്ന് ആ തിയോളജി ഞാൻ മനസ്സിലാക്കി എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നിടത്തോളം കാലം ആ തിയോളജി കൊണ്ട് യാതൊരു കാര്യവുമില്ല. പിന്നെയോ അതിൻ്റെ പ്രാക്ടിക്കൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞു വന്ന ആദ്യത്തെ പോയിന്റ്. ഡോക്ട്രിനായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും, പക്ഷെങ്കിൽ ആ ഡോക്ട്രിൻ ഒരു പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാതെ ആ ഡോക്ട്രിൻ കൊണ്ട് യാതൊരു ഗുണവുമില്ല. അത് നമുക്ക് ഗുണമല്ല കൊണ്ടുവരുന്നത്, പിന്നെയോ ദോഷമായിരിക്കും കൊണ്ടുവരുവാനിടയായിത്തീരുന്നത്. ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗം. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഉപദേശം നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു മനസ്സ് ഒരുക്കം നമ്മൾ കാണിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, എന്നിട്ട് ദൈവത്തെ ദാസൻ പറഞ്ഞു, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിയെല്ലുക. ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക. എന്തുകൊണ്ടാണ് കടന്നു ചെല്ലുവാനായിട്ട് പറഞ്ഞത്? പ്രധാനമായിട്ട് ഇവിടെ വിശ്വാസികൾക്ക് അഥവാ ഒരു ബിലീവറിൻ്റെ രണ്ട് വിധ പ്രിവിലേജസിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. രണ്ട് വിധ പദവികൾ നമുക്ക് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അവിടെ പറയപ്പെടുന്ന വേർഡ് പ്രകാരമാണ്, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ആ വാക്യം നിന്നുകൊണ്ട് നമ്മളൊരല്പസമയം ചിന്തിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശന ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളതുകൊണ്ട്, അപ്പോൾ എനിക്കുള്ള രണ്ട് പ്രിവിലേജസ് ആണ് ഈ ഭാഗത്ത് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ പ്രിവിലേജ് നോട്ട് ചെയ്താട്ട്, ബോൾഡ്നെസ് ടു എൻ്റർ ഇൻ ടു ദ ഹോളിയസ്റ്റ്, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുവാനുള്ള ധൈര്യം. അതിവിശുദ്ധ സ്ഥലത്ത് അഥവാ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിപ്പാനുള്ള ധൈര്യം. ദ ബോൾഡ്നെസ് ടു എൻ്റർ ഇൻ ടു ദ ഹോളിയസ്റ്റ്, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുവാനുള്ള ധൈര്യം. അത് ആർക്ക് ലഭിച്ചു? സഹോദരന്മാർക്ക് ലഭിച്ചു. രണ്ടാമത്തെ പദവി അവിടെ അതേ വാക്യം നമ്മൾ കാണുന്നത്, ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ, എ ഹൈ പ്രീസ്റ്റ് ഓവർ ദ ഹൗസ് ഓഫ് ഗാഡ്. എ ഹൈ പ്രീസ്റ്റ് over the house of God. Verse 20 and 21, 20-21 വാക്യത്തിൽ ഇതാണ് ഈ രണ്ട് പ്രിവിലേജസ് ആണ് ഒരു ദൈവ പൈതലിന്, ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ഉണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശന ധൈര്യം. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുവാൻ നമുക്കെന്തുണ്ട്? നമുക്കൊരു ധൈര്യം തന്നിട്ടുണ്ട്. നമുക്ക് ലഭിച്ച ബോൾഡ്നെസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ ഈ ഭാഗം പറഞ്ഞു. അതിൻ്റെ കാരണം, ആണ്ടിൽ ഒരിക്കൽ വളരെ ഭയത്തോടുകൂടെ വിറയലോടുകൂടെ ജോസിഫസ് എന്നുള്ള എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ആണ്ടിൽ ഒരിക്കൽ കടന്നു ചെല്ലുന്നതിന് മുമ്പായിട്ട് തൻ്റെ കാലിൽ ഒരു ചങ്ങല ഇട്ടിരിക്കും. കാരണം ആ ചങ്ങലയാണ് താൻ അതിനകത്ത് മരിച്ചു പോയാൽ വലിച്ചെടുക്കുവാനുള്ള ഏക ഉപാധി. നിങ്ങൾ മനസ്സിലാക്കണം, അത് വളരെ ഭയത്തോടുകൂടെ താൻ ചെയ്തു പോയ പാപത്തിൻ്റെ യാഗമൃഗവുമായിട്ട് യാഗരക്തവുമായിട്ടും ജനത്തിൻ്റെ ഇസ്രായേൽ മക്കൾ ചെയ്തു പോയ പാപത്തിൻ്റെ യാഗരക്തവുമായിട്ടും, അത് പ്രത്യേകിച്ച് ആ ഹോൾ ഡേ 7-ാം മാസം 10-ാം തീയതി മുഴുവൻ രട്ടിലും വെണ്ണീറിലും അവരിരുന്ന് ഉപവാസത്തോടും
പ്രാർത്ഥനയോടുകൂടെ അവരുടെ ഹൃദയം ദൈവത്തിലേക്ക് കേന്ദ്രീകരിച്ച് ഈ യാഗരക്തവുമായിട്ടാണ് പുരോഹിതൻ അകത്തേക്ക് കടന്നു ചെല്ലുന്നത്. എന്നിട്ട് ഈ അകത്തേക്ക് കടന്നു ചെല്ലുന്ന ഈ പുരോഹിതനെ കുറിച്ച് പറയുകയാണ്, ഈ പുരോഹിതൻ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ പുരോഹിതന് പൂർണ്ണ ധൈര്യമില്ല. കാരണം താൻ മരിച്ചു പോകുമോ എന്നുള്ളൊരു ഭീതിയോടുകൂടെയാണ് ഈ പുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്ന് പറഞ്ഞാൽ ഒരല്പം പോലും ധൈര്യമില്ലാതെ ഭയത്തോടെ എന്താണ് അല്പനിമിഷത്തിനുള്ളിൽ സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ജീവനോടെ തിരികെ വരുവാൻ സാധിക്കുമോ എന്ന് പോലും അറിയാതെ, കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് അനുസരണമായിരിക്കുന്ന വിശുദ്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, ദൈവം കരുണ കാണിച്ചില്ലെങ്കിൽ കത്തി നശിക്കുവാൻ സാധ്യതയുള്ള സ്ഥാനത്ത് തൻ്റെതായിരിക്കുന്ന എത്രമാത്രം ശുദ്ധീകരണത്തോടുകൂടെ താൻ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടുവെങ്കിലും, എത്രമാത്രം ദിവസം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ താൻ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയുമായിരിക്കുന്ന ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ തനിക്ക് വ്യക്തമായിട്ട് അറിയാം താൻ അത്രത്തോളം വിശുദ്ധിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ടില്ല എന്നുള്ളത് തനിക്കറിയാം. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഒരു ചിന്തയുണ്ട്, എനിക്ക് ജീവനോടെ മടങ്ങി വരുവാൻ സാധിക്കുമോ? ഇപ്രകാരം ജീവനോടെ മടങ്ങി വരുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തോടുകൂടെ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കലായിട്ട് ഇസ്രായേലിലെ മഹാപുരോഹിതൻ ഒരുവൻ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ദാസൻ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് സൃഷ്ടിച്ച ജീവനുള്ള പുതുവഴിയായി നമുക്കെന്തുണ്ട്? ധൈര്യത്തോടുകൂടെ അവൻ്റെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ നമുക്ക് ധൈര്യമുണ്ട്. ഇന്ന് വിറയലോടുകൂടെ അല്ല ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നത്, ഇന്ന് ഭയത്തോടുകൂടി അല്ല ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നത്. ഇന്ന് ഞാൻ ദൈവത്തിന് മുൻപാകെ കടന്നു ചെല്ലുമ്പോൾ ഞാൻ കടന്നു ചെല്ലുന്ന എൻ്റെ അപ്പൻ്റെ മുൻപിൽ എങ്ങനെയാണ് എനിക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുന്നത്? ഈ ലോകത്തിൽ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ എങ്ങനെ എനിക്ക് ചെല്ലുവാൻ സാധിക്കുമോ അതുപോലെ ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, എനിക്കും നിങ്ങൾക്കും ലഭിച്ച പ്രിവിലേജ് എന്ന് പറയുന്നത്, പദവി എന്ന് പറയുന്നത് പുറത്തു നിന്നുകൊണ്ട് ആരാധന കണ്ടേച്ച് കടന്നു പോകുവാനല്ല എൻ്റെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പിന്നെയോ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ കൃപാസനത്തിന് മുൻപിൽ ഞാനും നിങ്ങളും നിൽക്കുന്ന സ്ഥലം നിങ്ങൾ മനസ്സിലാക്കണം. അതിവിശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരല്പം പോലും ഭയമില്ലാതെ ധൈര്യത്തോടുകൂടെ നിൽക്കുക. അതാണ് എൻ്റെ പ്രിവിലേജ്, എൻ്റെ പദവി ഇതാണ്. ഏതെല്ലാം സമയങ്ങളിൽ ഞാൻ ദൈവസന്നിധാനത്തിൽ കടന്നു ചെല്ലുന്നുവോ, എപ്പോഴെല്ലാം ഞാൻ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നുവോ, ആണ്ടിൽ ഒരിക്കലായിട്ട് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിന് 24 മണിക്കൂറും ഒരു വർഷത്തിൻ്റെ 365 ദിവസവും എൻ്റെ ആയുസ്സിൻ്റെ അമ്മയുടെ ഗർഭം മുതൽ ഉരുവായ സമയം മുതൽ ദൈവത്തെക്കുറിച്ച് ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയ സമയം മുതൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു വന്ന സമയം മുതൽ ഈ ലോകത്തിൽ ഞാൻ മാറ്റപ്പെടുന്നു. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവേയുള്ള സമയത്ത് എനിക്ക് ധൈര്യത്തോടുകൂടെ കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിവിലേജ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അതിപരിശുദ്ധ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ അതിവിശുദ്ധിയുടെ മധ്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. അതിവിശുദ്ധനായിരിക്കും ദൈവം എത്രമാത്രം വിശുദ്ധനായിരിക്കുന്നുവോ ആ ദൈവത്തിൻ്റെ സിംഹാസനം എവിടെയാണോ അവിടെയാണ് ഇന്നോ ഞാനും കടന്നു നിൽക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ ദാസനെ പ്രകാരം പറയുന്നു, നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ, അതുകൊണ്ട് സഹോദരന്മാരെ ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ധൈര്യത്തോടുകൂടിയാണ് നിൽക്കുന്നത്. 2 പറയുന്നു, ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതൻ എനിക്കുണ്ട്. അതാണ് എൻ്റെ രണ്ടാമത്തെ ധൈര്യം. ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു മഹാപുരോഹിതൻ്റെ ചുമതല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടിവിൽ നിൽക്കുവാനാണ്. വായിച്ചാട്ട് 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്. അവിടെ പറയപ്പെടുന്നു, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ. അവിടെ ദൈവത്തിൻ്റെ ദാസനായിരിക്കും യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്, നിങ്ങൾ പാപം ചെയ്തു പോയെങ്കിൽ നിങ്ങൾ എവിടെയോ ദൂരത്ത് നിങ്ങൾ കിടക്കുന്നവരാണോ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങളൊരുവൻ പാപം ചെയ്തു എങ്കിലോ എന്തുണ്ട്? നീതിമാനായ യേശുക്രിസ്തു എന്ന
നല്ല ഒരു കാര്യസ്ഥൻ എവിടെ ഉണ്ട്? പിതാവിൻ്റെ വലത് ഭാഗത്തുണ്ട്. എനിക്ക് ദൈവസന്നിധി നിൽക്കുവാനുള്ള പ്രിവിലേജ് എന്ന് പറയുന്നത്, എന്നെ ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്ന പദവി എന്ന് പറയുന്നത്, പദവിയുടെ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനുണ്ട്. നിങ്ങൾക്കറിയാം ഏതാണെന്ന് ദൈവാലയം, നിങ്ങൾക്കറിയാം. ഇന്ന് പുതിയ നിയമ സഭയാണ് ദൈവത്തിൻ്റെ ആലയമെങ്കിൽ, നിങ്ങളായിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിലാകുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അവൻ്റെ ആലയമായിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കണം, ആ ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനുണ്ട്. എന്താ ഈ ദൈവാലയത്തിന്മേൽ നിന്നുകൊണ്ട് ഈ മഹാപുരോഹിതൻ ചെയ്യുന്നു? അവിടെ പറയുന്നു, നിങ്ങളിലൊരുവൻ പാപം ചെയ്തുവെങ്കിലോ യേശു ക്രിസ്തുവാകുന്ന ഏക കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ നമുക്കുണ്ട്. എന്താ ഈ കാര്യസ്ഥൻ അഥവാ ഈ മഹാപുരോഹിതൻ ചെയ്യുന്നത്? എന്നെ അവിടെ നിർത്തുവാൻ അവൻ യോഗ്യനാക്കുക. എന്നെ അവൻ യോഗ്യനാക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ യോഗ്യത കൊണ്ടല്ല ഞാൻ അവിടെ നിൽക്കുന്നത്, പിന്നെയോ എന്നെ യോഗ്യനാക്കുക. എങ്ങനെയാ യോഗ്യനാക്കിയത്? എൻ്റെ പാപം, എൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വരുമ്പോഴും ഈ ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് എൻ്റെ പാപം ദൈവത്തിൻ്റെ അടുക്കൽ ഏറ്റുപറഞ്ഞിട്ട് എനിക്കൊരു നല്ല കാര്യസ്ഥൻ ഉള്ളത് കൊണ്ട് എനിക്ക് ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് ചെല്ലുവാൻ സാധിക്കും, ദൈവ കൃപാസനത്തിൽ ആയിരിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിവിലേജ്, നമ്മുടെ പദവി നമ്മൾ മറന്നു കളയരുത്. ഈ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ദൈവം നമ്മെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇതാണ് എൻ്റെയും നിങ്ങളുടെ പൊസിഷൻ. എങ്ങനെ ഈ പൊസിഷൻ എനിക്കും നിങ്ങൾക്ക് ലഭിച്ചു? നിങ്ങൾ മനസ്സിലാക്കണം. ആ വേർഡ് പ്രകാരം പറയുന്നു, 19-ാമത്തെ വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ, യേശു ക്രിസ്തു എങ്ങനെയാണ് ഇത് സാധിപ്പിച്ചത്? തൻ്റെ ദേഹം എന്ന തിരശ്ശീല. അപ്പോൾ തൻ്റെ ശരീരം എന്ന് പറയുന്നത് ഒരു തിരശ്ശീലയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രിയിൽ നമ്മുടെ അരുമനാഥനാകുന്ന യേശു പറഞ്ഞ ഒരു വേർഡിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 14 verse 6. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു വേർഡ്. ആ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യനോട് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, യെരൂശലേം ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, സമാഗമന കൂടാരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവം വസിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം പ്രധാനമായിട്ട് 3 വാതിൽ കൂടെ അവർ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ശ്രദ്ധിക്കണം എൻ്റെ വേർഡ്. ദൈവം സമാഗമന കൂടാരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവം വസിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് അഥവാ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ 3 വാതിൽ കൂടെ നമ്മൾ കടക്കേണ്ടത് ആവശ്യമായിരുന്നു. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഈ സമാഗമന കൂടാരത്തിൽ കടക്കുവാൻ അനുവാദമില്ല. സമാഗമന കൂടാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് മരുഭൂമിയിലാണ് അത് എറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിലും, അതിനെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നതെങ്കിലും, അതിനകത്ത് അന്യരായിരിക്കുന്നവർ അകത്ത് കടക്കാതെ വണ്ണം അത് സെപ്പറേറ്റഡ് ആയിട്ട് വിത്ത് ഫെൻസിങ്ങോടുകൂടെ അത് സൂക്ഷിച്ചിരിക്കുക. ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ളവർക്ക് അകത്ത് കിടക്കുവാൻ അതിനകത്ത് അനുവാദമില്ല. അതിന് അനുവാദം ഉള്ളവർക്ക് മാത്രമേ കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, ഒരു വീട്ടിൽ മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മതിൽ കെട്ടിയിരിക്കുന്നൊരു അർത്ഥമുണ്ട്. ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലുവാനുള്ളതല്ല ആ വീട്. ആ വീട്ടിൽ കയറണമെങ്കിൽ ആ മതിലിൻ്റെ മുകളിൽ കൂടെ അല്ല കടക്കുന്നത്. ആ വീടിനൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ കൂടെ മാത്രമേ അകത്ത് കിടക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ആരുടെ അനുവാദം വേണം? വീട്ടുകാരുടെ അനുവാദം വേണം. അപ്പോൾ ആ അൺഓതറൈസ്ഡ് പേഴ്സൺസിന് അകത്ത് കടക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് മരുഭൂമിയിൽ ഇറക്റ്റ് ചെയ്തിരിക്കുന്ന ഈ സമാഗമന കൂടാരം വെളിപ്പെടുത്തുന്നത്. എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? ഇതിൻ്റെ 4 പാടും ഒരു മറശ്ശീല കൊണ്ട് മറച്ചിരിക്കുകയാണ്. അഥവാ ഒരു മതിൽ കൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുക. എന്തിനെയാ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം വസിക്കുന്ന വിശുദ്ധ നിവാസം, ഇവിടുത്തെ പ്രാധാന്യത സമാഗമന കൂടാരം എന്ന് പറയുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്ക് വേണ്ടി ഒരു കൂടാരം ഉണ്ടാക്കട്ടെ. അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവം അവരുടെ നടുവിൽ വസിക്കുവാൻ. അങ്ങനെയെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവം വസിക്കുന്ന ഇടമാണ്. ദൈവം വസിക്കുന്ന ഇടത്തിൽ ദൈവമായിരിക്കുമ്പോൾ ആ ദൈവം വസിക്കുന്ന ഇടത്തേക്കാണ് മനുഷ്യൻ കടന്നു ചെല്ലുന്നത്.
എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാൻ കാരണം? അതിൻ്റെ പ്രധാനത എന്ന് പറയുന്നത്, ദൈവത്തോട് അടുത്ത് സഹവസിക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യനെ അനുവദിച്ചുവെങ്കിലും മനുഷ്യൻ്റെ പാപം കൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു മാറിയതായ സമയത്ത് ആ പാപം മുഖാന്തരമായിട്ട് മനുഷ്യന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ സാധ്യമാകാത്തത് കൊണ്ടും ദൈവം ഒരു മുഖാന്തരം ഒരുക്കിയതാണ് ഈ മനുഷ്യൻ തൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് മനുഷ്യൻ കണ്ടുപിടിച്ച വഴിയല്ല, ദൈവത്താൽ ഒരുക്കപ്പെട്ട വഴിയാണ്. ശ്രദ്ധിക്കേണ്ട എൻ്റെ ഓരോ വേർഡ്. ഈ വിധമെന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല, അവൻ്റെ പ്ലാനിങ്ങിനകത്ത് അതില്ലായിരുന്നു. പിന്നെയോ സ്വർഗത്തിലെ ദൈവമാണോ ഈ പദ്ധതി ഇട്ടിരുന്നത്? തൻ്റെ അടുക്കിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാനുള്ള മാർഗം എന്തെന്ന് ദൈവം ഒരു പ്ലാൻ ഇടുവാനിടയായിത്തീർന്നു. ആ പ്ലാനാണ് സമാഗമന കൂടാരമായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ ആ സമാഗമന കൂടാരം ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്, അന്യമായിരിക്കുന്നവർ, അന്യർക്ക് ഇതിനകത്തേക്ക് കടക്കുവാൻ അനുവാദമില്ല. എന്തുകൊണ്ട് അനുവാദമില്ല? നിങ്ങൾക്കറിയാം, ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയോട് അടുക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ വിശുദ്ധരല്ല എങ്കിൽ ദൈവം അവരിൽ വിശുദ്ധീകരിക്കപ്പെടുന്നത് മുഖാന്തരമായിട്ട് അവർ മരിക്കുവാൻ കാരണമായി തീരും. ശ്രദ്ധിക്കണേ എൻ്റെ വേർഡ്. ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നവരിൽ ദൈവം വിശുദ്ധീകരിക്കപ്പെടുന്നത് കൊണ്ട് ആ വിശുദ്ധീകരണം മുഖാന്തരമായിട്ട് അവർ നശിക്കുവാനായിട്ട്, മരിക്കുവാനായിട്ട് കാരണമായി. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒരിക്കൽ കൂടെ. അപ്പോൾ മരിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഇപ്പോൾ ഇപ്രകാരം മരിക്കുവാൻ ഇടയായിത്തീരുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് ദൈവം തൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ അതിന് യോഗ്യതയുള്ളവരെ മാത്രമാണോ അകത്തേക്ക് കടത്തിയത്? എന്നാൽ എന്ത് ചെയ്തു ദൈവം? എന്ത് ചെയ്തു ദൈവം? ഈ 4 പാടും ഒരു മറശ്ശീല കൊണ്ട് ഈ സമാഗമന കൂടാരത്തെ സെപ്പറേറ്റ് ചെയ്തുവെങ്കിലും അതിൻ്റെ ഫ്രണ്ടിൽ ദൈവം ഒരു വാതിലങ്ങുണ്ടാക്കി, ഒരു ഗേറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് സ്ഥാപിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ചെറിയൊരു വാതിലല്ല അതിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 20 അടി നീളമുള്ളതായിരിക്കുന്ന, വീതിയുള്ളതായിരിക്കുന്ന ഒരു വാതിലാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ അർത്ഥം ആര് ആഗ്രഹിച്ചാലും കടന്നു ചെല്ലുവാൻ തക്കതായിരിക്കുന്ന, തുറക്കപ്പെടുന്നതായിരിക്കും ഒരു വാതിലാണ് അതിനകത്തുള്ളത്. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായി, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ നോക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വിശാലമാകുന്നു, എന്നാൽ മറ്റേ വാതിൽ വളരെ ഞെരുക്കമുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ കാണുന്ന വാതിൽ ഇടുങ്ങിയൊരു വാതിലായിരുന്നില്ല, വളരെ വിശാലമായിരിക്കുന്ന ഒരു വാതിൽ. എന്തുകൊണ്ട് ദൈവം വിശാലമായിരിക്കുന്ന ഒരു വാതിൽ അന്നേ അവിടെ പണിയിപ്പിച്ചു? അതിന് ഒരു കാരണമുണ്ട്. ആരെല്ലാം അകത്ത് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവോ ഇടുങ്ങിയ അവസ്ഥയിൽ കൂടെ അല്ല അവർ കടന്നു വരേണ്ടത്. വളരെ സുഖമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അകത്തെ കടന്നു വരുവാനായിട്ട് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമകാലത്തിലും യഹൂദന്മാർ അബ്രഹാം മുഖാന്തരമായിട്ട് രക്ഷപ്പെട്ട ഗണമായിരുന്നുവെങ്കിലും യഹൂദന്മാരല്ലാതെ ഈ ആലയത്തിലേക്ക് വരുവാൻ സാധ്യമായി തീർന്ന പലരെയും ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നു. പഴയ നിയമത്തിൽ പോലും ദൈവം വേർതിരിവ് കാണിക്കാതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനെയും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് മനസ്സുണ്ടായിരുന്നു. എന്നാൽ ഈ വാതിൽ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ വാതിൽ എന്താ വെളിപ്പെടുത്തുന്നത്? ഈ വാതിലിനകത്തേക്ക് കടക്കണമെങ്കിൽ അവർ വെറും കൈയോടുകൂടെ കടന്നു വരുവാൻ സാധ്യമല്ല. പിന്നീട് എന്താ ഇവിടെ വേണ്ടത്? ഒന്നുകിൽ അവൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ഒരു യാഗമൃഗവുമായിട്ടോ ഒരു യാഗത്തിൻ്റെ വസ്തുവുമായിട്ടോ വേണം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവൻ അങ്ങോട്ട് കടന്നു വരുവാൻ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഒരൊറ്റ വഴി മാത്രമേ അവിടെ കാണുവാൻ സാധിക്കുന്നുള്ളൂ. മറ്റൊരു വഴിയും അവിടെ കണ്ടിട്ടില്ല. ഈ സമാഗമന കൂടാരത്തിന് 4 or 5 വാതിലുകളോ ഗേറ്റുകളോ നമ്മൾ കാണുന്നില്ല. ഒരൊറ്റ വാതിൽ മാത്രമേ സമാഗമന കൂടാരത്തിന് ഉണ്ടായിരുന്നുള്ളൂ. എന്താ ദൈവം അവിടെ കൽപ്പിക്കുവാൻ കാരണമായി നിങ്ങൾക്കറിയാം. സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ മാതൃകയാണോ? സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ദൃഷ്ടാന്തമാണോ? സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ നിഴലുമാണ്. എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ദ സെയിം പാറ്റേൺ. സ്വർഗത്തിൽ എന്തുണ്ട് അത് തന്നെയാണ് ഈ
ഭൂമിയിലായിരിക്കുന്ന സമാഗമന കൂടാരമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുന്ന സമാഗമന കൂടാരത്തിന് ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എങ്കിൽ ആ ഒരു വഴി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊരു വഴിയിൽ കൂടെയും ഇതിനകത്തോട്ട് കടക്കുവാൻ സാധ്യമല്ല. ഒരൊറ്റ വ്യക്തിക്ക് പോലും ഈ മഹർഷിയിലെ ചാടിക്കടക്കുവാൻ സാധ്യമല്ല. അതൊക്കെയും അതിക്രമിച്ച് കടക്കുന്നവരായിരിക്കും. ഇതിനകത്തേക്ക് ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, അത് യേശുവാകുന്ന ഏക വഴി. വേറെ ഒരു വഴിയുമില്ല. കർത്താവായ യേശു ക്രിസ്തു കൽപ്പിക്കുകയുണ്ടായി, ഞാൻ തന്നെ വഴിയാണ്. ദ ഫസ്റ്റ് വാതിൽ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, വഴിയാകുന്ന വാതിൽ. അങ്ങനെയെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെ ആദ്യത്തെ വാതിക്കൽ, ദ ഫസ്റ്റ്, ആ എൻട്രൻസിൽ തന്നെ കിടക്കുന്ന ഒരു മതിലിന്, ഒരു ഗേറ്റിന് അഥവാ ഒരു വാതിലിന് നമുക്കൊരു പേര് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റുന്ന പേര് വഴി എന്നുള്ള പേരാണ്. ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞാൽ മറ്റൊരു മാർഗവും അതിനകത്തെ കടക്കുവാനില്ല. വേറെ ഒരു രീതിയിലും ഇതിനകത്തെ കടക്കുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിശുദ്ധ വചനം കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിൽ രക്ഷപ്പെടുവാൻ മറ്റൊരു മാർഗവുമില്ല എന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം ശക്തമായി വിളിച്ചു പറയുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല എന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ, ഏതെങ്കിലും നാമത്തിൽ കൂടെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ മനുഷ്യ, നീ പോഷനാണ്. നിന്റെ അവസാനം നിത്യമാർഗ നരകമാണ്. ഈ ലോകത്തിലേക്ക് നാം നോക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങൾ കാണുവാൻ സാധിക്കും, പല ചിന്തകളിൽ കൂടെ സ്വർഗത്തിൽ കടന്നു പോകാനുള്ള വഴികൾ മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനപ്പാര പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. വേറെ ഒരു വഴിയില്ല. വേറെ ഒരു വ്യക്തിയിൽ കൂടെ, ഒരു അമ്മയിൽ കൂടെ, ഒരു അപ്പനിൽ കൂടെ, ആരിൽ കൂടെയും ഇതിനകത്തോ കടക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കടക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ഏക വഴി. ആ ഒന്നാമത്തെ വാതിൽ വെളിപ്പെടുത്തുന്നു, യേശു ക്രിസ്തുവാണ് വഴി, വേറെ ഒന്നുമില്ല. നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണം അവരതിനു വേണ്ടി? യാഗമൃഗവുമായിട്ട് കടന്നു വരണം. യാഗമൃഗത്തോടു കൂടെ മാത്രമേ അവർക്ക് അകത്തേക്ക് കടക്കുവാൻ സാധിക്കത്തുള്ളൂ. അതാണ് എന്താണ് യാഗമൃഗം വെളിപ്പെടുത്തുന്നത്? കർത്താവായ യേശു. അപ്പോൾ ആ വഴി, ആ വാതിൽ, ഫസ്റ്റ് വാതിൽ വെളിപ്പെടുത്തുന്നത് യേശു തന്നെയാണ് വഴി എന്ന് വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അകത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അവർ ഈ വിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അവിടെയും ഉണ്ടൊരു വാതിൽ. പക്ഷേ ഈ വാതിൽ കടക്കണമെങ്കിൽ അവർക്കെല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കാർക്കും ഇതിലോട്ട് കടക്കുവാൻ സാധ്യമല്ല. ഈ വിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു വരണമെങ്കിൽ പുരോഹിതന്മാരാകണം. അവരെന്ത് ചെയ്യുന്നു? ഈ രക്തവുമായിട്ട് ഈ താമ്പത്തൊട്ടിയുടെ അടുക്കൽ വന്ന് തങ്ങളുടെ കൈകാലുകൾ കഴുകി അകത്തേക്ക് കടന്നു വരുമ്പോൾ, ഈ കട്ടൻ ഒന്ന് മാറ്റി അകത്തേക്ക് കടന്നു വരുമ്പോൾ തങ്ങൾ കാണുന്നത് 7 വിളക്കുള്ള ഒരു നിലവിളക്കും മറുസൈഡിൽ കാഴ്ചയപ്പം വെച്ചിരിക്കുന്ന ഒരു മേശയും മുൻഭാഗത്തായിട്ട് ഒരു ധൂപപീഠവും. എന്താ ഇവിടെ വെളിപ്പെടുത്തുന്നത്? ഇവിടെ വെളിപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ അന്ന് പറയുണ്ടായി, കംപ്ലീറ്റ്ലി ഇരുട്ടായിരിക്കുന്ന ഒരു മുറിക്കകത്തുള്ള ഏക വെളിച്ചമാണോ ഈ വിളക്കിൽ കൂടെ ലഭിക്കുന്നത്? ഈ വിളക്ക് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, ഒരപ്പം. അതാണ് ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. എന്താണ് ഈ അപ്പം വെളിപ്പെടുത്തുന്നത്? ദൈവത്തിൻ്റെ തിരുവചനപ്രകാരം പറയുന്നു, അത് ദൈവത്തിൻ്റെ വചനത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് വേദപുസ്തകപ്രകാരം വെളിപ്പെടുത്തുന്നു, നിന്റെ വചനം സത്യം തന്നെ. അപ്പോൾ രണ്ടാമത്തെ വാതിലിലേക്ക് അവർ കടക്കുന്നത് സത്യമാകുന്ന വാതിലിലേക്കാണ്. അവർ കടക്കുമ്പോൾ അവർ എൻ്റർ ചെയ്യുന്ന സത്യത്തിലേക്കാണ്. ആദ്യത്തെ വ്യക്തി അകത്തേക്ക് കടക്കുമ്പോൾ അവൻ കടക്കുന്നത് ഒരു പാപിയായിരിക്കുന്ന വ്യക്തി. ആ പാപയാഗവുമായിരിക്കുന്ന ബന്ധത്തിൽ അകത്തേക്ക് കടക്കുമ്പോൾ അവൻ്റെ പാപത്തിൽ നിന്ന് പരിഹരിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അതിന് അവിടെ വെച്ച് അവൻ്റെ ഇടപാടുകളൊക്കെ കഴിഞ്ഞു തിരിച്ചു പോകുകയാണ്. എന്നാൽ ഇവിടേക്ക് കടന്നു വരുമ്പോൾ അവൻ ചില സത്യങ്ങൾ അവിടെ മനസ്സിലാക്കുക, ചില സത്യങ്ങൾ താൻ അവിടെ ഗ്രഹിക്കുക. ആ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ 7 നിലവിളക്കിനെക്കുറിച്ച്, 7 വിളക്കിനെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും, അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന കാഴ്ചപ്പം വെച്ചിരിക്കുന്ന മേശയെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും, അതിന് തൊട്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ധൂപപീഠത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും, ഇത് 3ഉം കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു? യേശുവാണ് സത്യമെന്ന് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വാതിൽ എന്ന് പറയുന്നത് സത്യമാകുന്ന വാതിൽ.
ഒന്നാമത്തെ വാതിൽ വഴിയാകുന്ന വാതിൽ കൂടെ അകത്ത് കടക്കുന്നവർ രണ്ടാമത് കടക്കേണ്ട വാതിലാണ് സത്യമാകുന്ന വാതിൽ. എന്നാൽ ഇതുകൊണ്ടും എന്ത് ലഭിക്കുന്നില്ല? ഒന്നാമത്തെ വാതിൽ കടന്നവർ ആരാധന കഴിച്ച് മടങ്ങിപ്പോരുന്നു. ദൈവത്തെ ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ടാണ് അവർ അനുഭവിച്ചറിയുന്നത്. ദൈവത്തെ അടുത്തവർക്ക് അറിയുവാൻ സാധ്യമല്ല, അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തെ വാതിൽ കൂടെ അകത്ത് കടന്നവരും ദൈവത്തെ ഒരു പരിധി വരെ അടുത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തോട് അത്രത്തോളം അവർ അടുത്തിട്ടില്ല. എന്നാൽ അവർക്ക് എന്ത് മനസ്സിലാക്കും? ഇപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് വെറും വഴി എന്നുള്ളത് മാത്രമല്ല, എന്താണ് ദ റിയാലിറ്റി, എന്താണ് ദ ട്രൂത്ത്, എന്താണ് സത്യം. ആ സത്യം എന്ത് ചെയ്യുന്നുണ്ട്? അവരെ സ്വതന്ത്രരാക്കുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ടും ആ വാതിൽ അവസാനിക്കുന്നില്ലേ. ഇതിൻ്റെ തൊട്ടു മുൻപിലായിട്ട് അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുമുണ്ട് ഒരു വാതിൽ. അതിലാണ് തിരശ്ശീല എന്ന് പറയുന്നത്, ദ വീൽ. അത് എന്തിനെ വെളിപ്പെടുത്തുന്നു? നമ്മൾ ഇപ്പോൾ വായിച്ച വേദഭാഗപ്രകാരം പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ. അപ്പോൾ ഈ തിരശ്ശീല എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ നിഴലായിരുന്നു. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. ഈ തിരശ്ശീല എന്ന് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ ശരീരത്തിൻ്റെ നിഴലായിരുന്നു. അഥവാ ശരീരത്തെയാണോ ഈ തിരശ്ശീല വെളിപ്പെടുത്തിയത്? ഈ തിരശ്ശീലയ്ക്കകത്ത് എന്തുണ്ട്? ആരുണ്ട്? ദൈവത്തിൻ്റെ അതിവിശുദ്ധ സന്നിധാനമുണ്ട്. അവിടെ എന്തുണ്ട്? അവിടെ കൃപാസനമുണ്ട്. അവിടെ എന്തുണ്ട്? മന്നയിട്ട് വെച്ച പൊൻപാത്രമുണ്ട്. അവിടെ എന്തുണ്ട്? ജീവനില്ലാതിരുന്ന ഒരു വടിക്ക് ജീവനുണ്ടായി ഫലം കായ്ക്കപ്പെട്ടതായിരിക്കുന്ന അഹരോന്റെ തളുത്ത വടി അവിടെ ഉണ്ട്. അതിനകത്ത് എന്തുണ്ട്? നിങ്ങൾക്കറിയാം, ദൈവം കൊടുത്തതായിരിക്കുന്ന ജീവന് വേണ്ടിയുള്ള പ്രമാണമായിരുന്ന 10 കൽപ്പനകൾ അടങ്ങിയ 2 കൽപ്പനകൾ അവിടെ ഉണ്ട്. ചുരുക്കത്തിൽ ഞാൻ അതിനകത്തുള്ളത് എല്ലാം നിങ്ങളത് പഠിച്ചാൽ ഇത് 3ഉം ജീവന് വേണ്ടിയുള്ളതാ, ജീവൻ പ്രദാനം ചെയ്യുന്നതാ. എന്താ ഈ മന്ന? ജീവന് വേണ്ടിയുള്ളതായിരിക്കുമ്പോൾ ഈ തളുത്ത വടി ജീവനെ വെളിപ്പെടുത്തുമ്പോൾ, ഈ 2 കൽപ്പനകൾ ജീവന് വേണ്ടിയുള്ള കൽപ്പനകളായിരിക്കുമ്പോൾ, അതിനകത്ത് ഒരൊറ്റ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ മൂന്നാമത്തെ എൻട്രൻസ് കടക്കുമ്പോൾ മാത്രമേ അവർ ജീവനിലേക്ക് കടക്കത്തുള്ളൂ. എവിടേക്കാണ് കടക്കുന്നത്? ദൈവമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക്, ദൈവത്തോട് വളരെ അടുത്ത് അവർ ബന്ധപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഒരു കെട്ടുകഥ പറഞ്ഞ യേശു പോയതല്ല. യേശുക്രിസ്തുവിനറിയാം, ജീവന്റെ അടുക്കിലേക്ക് കടന്നു വരണമെങ്കിൽ അവർ ഒന്നാമത്തെ വാതിലാകുന്ന വഴി കടന്ന്, രണ്ടാമത്തെ വാതിലാകുന്ന സത്യം കടന്ന്, മൂന്നാമത്തെ വാതിലാകുന്ന ജീവൻ കടന്നെങ്കിൽ മാത്രമേ ദൈവത്തോടുള്ള കൂട്ടായ്മ അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂവെങ്കിൽ, ദൈവത്തിന്റെ തിരുവചനപ്രകാരം പറയുന്നു, കർത്താവായ യേശുവിന്റെ ശരീരമാണ് തൻ്റെ തിരശ്ശീലയായിട്ട് വന്നത്. അഥവാ തൻ്റെ ദേഹം എന്ന തിരശ്ശീല എന്ന് പറഞ്ഞാൽ ഈ തിരശ്ശീല കർത്താവായ യേശുക്രിസ്തുവിന്റെ ദേഹത്തിന് നിഴലായിരുന്നു. വേറെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, എന്താ ഇവിടെ സംഭവിച്ചത്? അരിമരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് തൻ്റെ ജീവനെ താൻ കൊടുത്തപ്പോൾ, തൻ്റെ ശരീരം താൻ കീറുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ, തന്നെ യാഗമായി കൊടുക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ, ഇവിടെ തൻ്റെ ശരീരം കീറപ്പെടുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ തൻ്റെ ശരീരം മാത്രമല്ല ഇവിടെ കീറപ്പെട്ടത്, എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വാവിട്ട് നിലവിളിച്ച് തൻ്റെ പ്രാണനെ വിട്ടുകൊടുത്തപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ടടിയോളം 2ആയിട്ട് ചിന്തപ്പെട്ടു പോയി. തൻ്റെ ശരീരം ഇവിടെ ചിന്തിയെങ്കിൽ അവിടെ കട്ടൻ 2ആയിട്ട് ചിന്തപ്പെട്ടു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞു കേട്ടോ. കരങ്ങൾ ഈ ശക്തിയോട് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം എന്താ ഇവിടെ സംഭവിച്ചത്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ഇവിടെ ആ കട്ടൻ തിരശ്ശീല 2ആയിട്ട് ചിന്തപ്പെടുവാൻ ഇടയായിത്തീർന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ചരിത്രകാരനായ ജോസഫസ് ഇപ്രകാരം പറയുന്നു, ആ തിരശ്ശീലയ്ക്ക് ഏതാണ്ട് 70 അടി നീളമുണ്ടായിരുന്നു, അതിൽ 20 അടി വീതി ഉണ്ടായിരുന്നു, 5 ഇഞ്ച് തിക്നെസ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, 2 കാളയെ ഈ കട്ടനോട് കെട്ടിവെച്ചിട്ട് അതിന് 2 വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ട് മാറ്റിയാലും ഈ കട്ടൻ കീറത്തില്ല. അത്രമാത്രം ശക്തമായിരിക്കുന്ന, അത്രമാത്രം ഉറപ്പുള്ളതായിരിക്കുന്ന കട്ടനാണ്. ഒരു മനുഷ്യൻ്റെ കൈയല്ല അതിനകത്ത് തൊട്ടു എന്ന് സ്വർഗ്ഗത്തിലെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മേൽത്തൊട്ട് അടിയോളം 2ആയിട്ട് ചിന്തപ്പെട്ടു. എന്തുകൊണ്ടാണ് ചിന്തപ്പെടുവാൻ കാരണമെന്ന് ഇവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ
അവിടെ എന്ത് സംഭവിച്ചു? ഒരു ജീവനുള്ളൊരു പുതുവഴി, ഒരു ജീവനിലേക്കാണ് കടത്തുവാൻ ഇടയായി തീർന്നത്. ഒരു വഴിയാണ് ഇവിടെ തുറന്നു തന്നത്. എന്തിനു വേണ്ടിയുള്ള വഴിയാണ് തോന്നുന്നത്? ജീവന് വേണ്ടിയുള്ള വഴി തോന്നുന്നു. ജീവനിലേക്ക് കടക്കുവാനുള്ള വഴി തോന്നുന്നു. ജീവനായിട്ട് കടക്കുവാനായിട്ട് കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കിക്കോണേ, ഇവിടെ സംഭവിച്ചതായ വിഷയമെന്ന് പറയുന്നത് എപ്പോൾ തൻ്റെ ശരീരമെന്ന തിരശ്ശീല കീറപ്പെടുവാൻ ഇടയായി തീർന്നുവോ അപ്പോൾ സ്വർഗത്തിലെ ദൈവം മന്ദിരത്തിലെ തിരശ്ശീല കീറി. എന്തിനാ അത് കീറുവാൻ ഇടയായിത്തീർന്നത്? മന്ദിരത്തിലെ തിരശ്ശീല കീറുകൊണ്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾക്കറിയാം, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ തമ്മിലുള്ള വേർപാട് പരിപൂർണമായിട്ട് മാറി. പിന്നീട് എന്തായിത്തീർന്നു? ഈ സ്ഥലം മുഴുവൻ അതിവിശുദ്ധ സ്ഥലമായി തീർന്നു. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ആ കട്ടനുണ്ടായിരുന്നുവെങ്കിൽ വേർതിരിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കട്ടൻ ഉണ്ടെങ്കിലും വേർതിരിക്കപ്പെടുവാൻ സാധ്യമല്ല. കട്ടൻ ഓപ്പൺ ചെയ്യപ്പെട്ടത് കൊണ്ട് അത് എന്തായിത്തീർന്നു? ഒറ്റ ഭാഗമായി തീർന്നു. അതുകൊണ്ട് ഇത് മുഴുവൻ എന്തായി മാറ്റപ്പെട്ടു? അതിവിശുദ്ധ സ്ഥലമായി മാറ്റപ്പെട്ടു. അതിവിശുദ്ധ സ്ഥലമായതുകൊണ്ട് ഇതിനകത്തേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക്, സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് കടന്നു വരുവാൻ സാധ്യമല്ല. ആണ്ടിലൊരിക്കലേ കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. യഹൂദൻ ഫോഴ്സിബിളി അകത്തെ കടക്കുവാനായിട്ട് ഭയപ്പെടുവാൻ ഇടയായിത്തീർന്നു. കാരണം മറ്റൊന്നുമല്ല, ആണ്ടിലൊരിക്കൽ വളരെ ഒരുക്കത്തോടുകൂടെ മഹാപുരോഹിതൻ മാത്രം കടന്നിരുന്ന സ്ഥലം ഇപ്പോൾ ഒന്നായിത്തീർന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ഇനിയും ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഇതിനകത്തൊരു സ്ഥാനമില്ല എന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം AD 70 ആയപ്പോഴത്തേനോ അതിനെ പരിപൂർണമായിട്ട് നശിപ്പിച്ചു. എന്തില്ല, ദേഹമെന്ന തിരശ്ശീല കീറിയതോടുകൂടെ ആ ഒരു വേർപാട് ദൈവം പരിപൂർണമായിട്ട് മാറ്റി. ദൈവത്തിന് മുൻപിൽ ആ വേർപാട് ദൈവം വെക്കാതെ മനുഷ്യനെ ധൈര്യത്തോടുകൂടെ അകത്തെ കടത്തി വരുവാൻ തക്കവണ്ണം ദൈവം യോഗ്യനാക്കി. ഈ യോഗ്യനാക്കിയപ്പോൾ ഈ വഴിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 4 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. നിങ്ങൾ പെട്ടെന്ന് ഞാനത് പറഞ്ഞുതരാം, നിങ്ങളത് നോട്ട് ചെയ്താട്ട്. എന്തൊക്കെയാണ് ഈ വഴിയുടെ പ്രത്യേകത? അതിൻ്റെ 19-20 വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമേർത്തി വായിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. അത് പ്രതിഷ്ഠിച്ച വഴിയാണോ? ഇറ്റ്സ് കോൺസെക്രേറ്റഡ്. It is a way that Christ has consecrated for us. യേശു ക്രിസ്തു പ്രതിഷ്ഠിച്ച ഒരു വഴിയാ. ആർക്ക് വേണ്ടി? ആർക്കെങ്കിലും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. എന്താ നമ്മുടെ പ്രത്യേകത? രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ. അവർക്ക് വേണ്ടിയാണ് കോൺസെക്രേറ്റ് ചെയ്തിരിക്കുക, സെപ്പറേറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്കറിയാം, കോൺസെക്രേഷൻ എന്നുള്ള വേർഡ് സെപ്പറേറ്റ് ഫോർ എ സേക്രഡ് പർപ്പസ്. വിശുദ്ധ കാര്യത്തിന് വേണ്ടി വേർപെടുത്തി വെക്കുക. അന്യനായവൻ അതിനകത്ത് കടക്കത്തില്ല, തെറ്റ് ചെയ്യുന്നവൻ അതിലേക്ക് കടക്കത്തില്ല. ദൈവം അത് വേർപെടുത്തി വെച്ച് ഇറ്റ്സ് എ കോൺസെക്രേറ്റഡ്. 2, ഇറ്റ്സ് ദി ഒൺലി വേ, ഒരേ ഒരു വഴി മാത്രം. 3, ഇറ്റ് ഈസ് എ ന്യൂ വേ, ഒരു പുതിയ വഴി. ഇറ്റ്സ് എ ന്യൂ വേ, പഴയ വഴി അല്ല. പഴയതെല്ലാം പരിപൂർണമായിട്ട് മാറ്റി പുതിയൊരു വഴി. അത് എന്താ പുതിയ വഴി? യേശു ക്രിസ്തുവാകുന്ന വഴി. 4-മത്തെ പ്രത്യേകത, ഇറ്റ്സ് എ ലിവിങ് വേ, ജീവനുള്ള വഴി. തൻ്റെ ദേഹം എന്ന തിരശ്ശീല അരുമനാഥനാകുന്ന യേശു ക്രിസ്തു കീറിയത് മുഖാന്തരമായിട്ട് നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി, നമുക്ക് വേണ്ടി ഒരു വഴി ഉണ്ടാക്കി. എങ്ങോട്ട് ചെല്ലുവാൻ? അതാണ് എൻ്റെ പ്രിവിലേജ്. എന്താ എൻ്റെ പ്രിവിലേജ്? ഞാനിന്ന് ദൈവത്തിൻ്റെ മുൻപാകെ, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ധൈര്യത്തോടുകൂടെ അവൻ്റെ കൃപാസനത്തിലായിരിക്കുന്നു. 2, ഞാൻ നിൽക്കുന്നത് എനിക്ക് ദൈവാലയത്തിന്മേൽ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എനിക്കുണ്ട്. ഇതാണ് എൻ്റെ പ്രിവിലേജ്. ഈ പ്രിവിലേജിന് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ ദേഹമെന്ന തിരശ്ശീല എനിക്ക് വേണ്ടി ചിന്തി തന്നു. ജീവൻ എനിക്ക് വേണ്ടി തന്നു. തൻ്റെ ശരീരം കീറിത്തന്നു. തൻ്റെ ജീവൻ, ഒരു മൃഗത്തെ, 2 മൃഗത്തെ കൊന്നു, അതിൻ്റെ മൃഗത്തെ കീറിമുറിച്ച് അതിൻ്റെ ജീവൻ അതിൽ നിന്ന് മാറ്റപ്പെടുന്നത് പോലെ തന്നെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവനെ തരുവാൻ തക്കവണ്ണം കർത്താവ് തൻ്റെ ശരീരം എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു വന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എനിക്ക് ഒരു വഴി കിട്ടി.
ആ വഴി എല്ലാവർക്കും കടന്നു പോകാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവ, അത് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. എല്ലാ ഇടത്തൂടെ കയറുവാൻ സാധ്യമല്ല. അതൊരു പുതിയ വഴിയാണ്, ജീവൻ്റെ വഴിയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവിയിലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപാസനത്തിൽ. നമ്മൾ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളത് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും. വേർ വി സ്റ്റാൻഡ്, എൻ്റെ പൊസിഷൻ, പദവി എന്താണ്, ഞാൻ എവിടെയാണ് ആയിരിക്കുന്നത്, എന്താണ് എനിക്ക് കൂട്ടായ്മ, ആരോടാണ് എൻ്റെ കൂട്ടായ്മ, ഞാൻ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നവൻ ഞാൻ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുവാനിടയായിട്ടിരുന്നാൽ മനസ്സിലാക്കണം, ഇന്ന് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തിയെല്ലുവാൻ, ധൈര്യത്തോടെ അടുത്തിയെല്ലുവാൻ ദൈവം നമുക്ക് പദവി തന്നിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതയ്ക്ക് വേണ്ടി നമുക്കൊരു നല്ല മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി തുണയായി നിർത്തിയിരിക്കുമ്പോൾ, ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടച്ചാട്ട് ഈ ശ്രേഷ്ഠമായിരിക്കുന്ന പദവിയെ ഒന്ന് മുൻപിൽ ഒന്ന് ധ്യാനിച്ചാട്ട്, എൻ്റെ ദൈവമേ, ഇത്രമാത്രം പദവിക്ക് എന്നെ നീ യോഗ്യനാക്കിയല്ലോ.